വോട്ട് പെട്ടിയിലായിട്ടേ ഉള്ളൂ. പെട്ടിയിലായ വോട്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ ചർച്ചകളാണ്. കോൺഗ്രസിലെ എല്ലാ പ്രമുഖ നേതാക്കൾക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള മുട്ടാണ്. മുട്ടുശാന്തിക്കായി സോഷ്യൽ മീഡിയയിലെ തങ്ങളുടെ വെട്ടുകിളികളെ നന്നായി ഇളക്കി വിട്ടിട്ടുണ്ട്. ഫണ്ടുണ്ടല്ലോ, വയനാട് ചൂരന്മലയിലെ ജനങ്ങളുടെ പേരിൽ പിരിച്ച ഫണ്ടുകളെല്ലാം പലരുടെയും അക്കൗണ്ടിലുണ്ടല്ലോ, അതെടുത്ത് നന്നായി പ്രചരിപ്പിക്കുകയാണ്. ലക്ഷ്യം ഒന്നു മാത്രമാണ്: എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവും. ഇതിനായാണ് ഈ പെടാപ്പാടെല്ലാം. വല്ലാത്ത ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിന് കാരണവുമുണ്ട്. ഈ ആത്മവിശ്വാസത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നുണകൾ നല്ല ഭംഗിയായി പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നുണേശൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ നുണകളുടെ പ്രവർത്തനം കുറച്ചുകൂടി ഗൗരവമായി ഇടപെട്ട കുറേ നേതാക്കളുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവർ നടത്തുന്ന മൃദു വർഗീയ സമീപനങ്ങളുണ്ട്. ഇതെല്ലാം വോട്ടാക്കി കേരളത്തിലെ ജനം 140 മണ്ഡലങ്ങളിൽ 100-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ UDFനെ വല്ലാതെ സ്നേഹിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഫണ്ട് മുക്കിയാലും വർഗീയത പറഞ്ഞാലും കേരളത്തെ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലാകെ തന്നെ നാണക്കേടുണ്ടാക്കിയാലും തങ്ങളെ വീണ്ടും ജനം അംഗീകരിക്കുമെന്നുള്ള വലതുപക്ഷത്തിൻ്റെ പൊട്ടത്തരം, ഈ പൊട്ടത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം നടത്തുന്നത്. സ്വന്തം കയ്യിലെ കാശല്ലല്ലോ. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനായി കൊടുത്ത ഫണ്ട് മുക്കിയ കാശ് ഉപയോഗിച്ചല്ലേ ഈ വ്യായാമങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം.